വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഫിഷ് മൊമോസ്. അപ്പോൾ ചേട്ടനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേട്ടന് ഫേസ് കാണിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഫേസ് ഒന്നും കാണിക്കാത്തത്. മൊമോസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആദ്യം തയ്യാറാക്കാം. 2-3 പീസ് വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, 2 സവാള, ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലേക്ക് മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവം പോലെ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഫിഷ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫിഷ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് തന്നെ എടുക്കുക. അപ്പം നല്ല പോലെ ഫിഷെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും മുള്ളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൈദമാവ് നമുക്ക് ഓരോ ബോളുകളാക്കി എടുക്കാം. ചെറിയ ബോളുകളാക്കി എടുത്താൽ മതിയാകും. അതിനുശേഷം ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കുക. ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് നമുക്ക് ഇതിലേക്ക് ഓരോന്നിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡിഫറൻറ്റ് ഷേപ്സിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ഷേപ്സിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ വെജിറ്റബിൾ മൊമോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ നമ്മൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇഡലി പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇഡലിയുടെ ഓരോ തട്ടെടുത്ത് അതിലേക്ക് എണ്ണ തൂകിയതിന് ശേഷം മാത്രം ഓരോന്നും വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2 തട്ടിലും ഞാൻ ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. മൊമോസ് നമുക്ക് സോസിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മൊമോസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഫിഷ് മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര ചൂടാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.